നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് SIT ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമടക്കം SIT ചോദിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ SITയുടെ ചോദ്യം ചെയ്യലിനെ KC വേണുഗോപാൽ MP വിമർശിച്ചു. കേരള പോലീസ് അല്ലേ ചോദ്യം ചെയ്യുന്നത് എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പരിഹാസ ചോദ്യം. ശബരിമലയിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണം വാങ്ങിയവരും വിറ്റവരും തമ്മിലുള്ള ബന്ധം, അടൂർ പ്രകാശ് പല സ്ഥലങ്ങളിൽ ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യം, പാരിതോഷികങ്ങൾ കൈപ്പറ്റിയ സാഹചര്യം അടക്കം SIT വിശദമായി ചോദിക്കുന്നതായാണ് വിവരം. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്തതിനു ശേഷം എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ DF ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്തിന് അടൂർ പ്രകാശ് പോറ്റിയെ കണ്ടു എന്ന ചോദ്യം, അതിനുള്ള ഉത്തരം അദ്ദേഹം നൽകണമെന്ന ആവശ്യം. എന്തായാലും അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയില്ലായിരുന്നു എന്നായിരുന്നു അടൂർ പ്രകാശ് നൽകിയ മൊഴി. വെഞ്ഞാറമൂടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പോയിട്ടുണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറി രമണി P നായർക്കൊപ്പമാണ് അന്ന് വീട്ടിൽ പോയത്. പോറ്റി ബംഗളൂരിൽ വെച്ച് തന്ന കവറിൽ ഈത്തപ്പഴമായിരുന്നു. അപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ അതൊക്കെ കൊടുക്കുകയും ചെയ്തു. ബംഗളൂരിൽ താനുണ്ടെന്ന് അറിഞ്ഞ പോറ്റി കാണാൻ വന്നത്. പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ ചടങ്ങിന്റെ ക്ഷണപത്രമാണ് അന്ന് കൈമാറിയത് എന്നാണ് ഓർമ്മയെന്നും, പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ട്, സോണിയാഗാന്ധിയെ കാണാൻ അനുമതി കിട്ടിയിട്ടുണ്ടെന്നും MP എന്ന നിലയിൽ വരണമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ടാണ് അന്ന് പോയത്. തന്നെ കാണാൻ വരുന്നവരെ മാന്യമായി കാണുകയാണ് ഒരു പൊതുപ്രവർത്തകന്റെ കടമ. സ്വന്തം മണ്ഡലത്തിലെ ആളുകളുടെ കല്യാണത്തിന് മറ്റു ചടങ്ങിലും എന്നെ വിളിക്കാറുണ്ട്. സമയത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് താൻ അവിടെ പോകാറുണ്ട് എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അടൂർ പ്രകാശിന് പോറ്റി സമ്മാനം കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ബംഗളൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് വിവരം. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ചിത്രങ്ങളും വലിയ വിവാദമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ ഇരുവരും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ ആവശ്യപ്പെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്നവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്നൊരു ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. എന്നാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം വിശദമായൊരു വിവരം പുറത്തേക്ക് വരും. എന്താണ് SIT ചോദിച്ചറിയാൻ ശ്രമിച്ചത്, ഈ കേസിൽ എന്താണ് അടൂർ പ്രകാശിൻ്റെ ഒരു റോൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു മറുപടി കിട്ടേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകൾ അതിന് മറുപടി ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.